കോനാൻ ശത്രുക്കളുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. ആ സമയത്ത് ഒരു ചെന്നായിക്കൂട്ടം അദ്ദേഹത്തെ ആക്രമിക്കുന്നു. ആ സീന് റിഹേഴ്സല് 2 ദിവസം മുമ്പൊക്കെ നടത്തിയതാണ്. ആ സമയത്ത് അതിന് ഉപയോഗിച്ചിരുന്നത് ജർമ്മൻ ഷെപ്പേഴ്സ് വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളായിരുന്നു. പക്ഷേ ശരിക്കുള്ള ഷൂട്ടിംഗ് ദിവസം കുറെ കൂടി അഗ്രസീവായിട്ടുള്ള സൈബീരിയൻ ഡോഗ്സിനെയാണ് ജോൺ മിലിയസ് അതിന് ഉപയോഗിച്ചത്. അതിൻ്റെ ട്രെയിനറും ഉണ്ട്. നായ്ക്കളെ കോനാന്റെ നേരെ തന്നെ ഓടാൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്കിൽ പച്ച ഇറച്ചി കെട്ടിവെച്ചിരിക്കുകയാണ്. കോനാൻ ഒരു പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഓടി ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നു. ചെന്നായ്ക്കൾ പുറകെ വരുന്നു. അപ്പോൾ ഈ സൈബീരിയൻ ഡോഗ്സ് എന്ന് പറയുമ്പോൾ കുറെ കൂടി അഗ്രസീവാണ്. മാത്രമല്ല ഏകദേശം ചെന്നായെ പോലെ ഇരിക്കും കാണാൻ. അത് തന്നെയായിരുന്നു സംവിധായകന്റെ ഉദ്ദേശവും. പക്ഷേ ട്രെയിനർ നായ്ക്കൾ അഴിച്ചുവിട്ട് ടൈമിംഗ് ഇത്തിരി തെറ്റിപ്പോയി. കോനാൻ ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗം ഓടിക്കയറി കഴിയുമ്പോഴേ അഴിച്ചു വിടാവൂ എന്നായിരുന്നു തീരുമാനം. പക്ഷെ കുറച്ച് നേരത്തെ അദ്ദേഹം അഴിച്ചുവിട്ടു. പാറക്കെട്ടിന് മുകളിൽ എത്തുന്നതിന് മുമ്പേ നായ്ക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചു. അവിടെ നിന്ന് അദ്ദേഹം ഒരു വലിയ മുൾപടർപ്പിലേക്ക് വീണു. നല്ല രീതിയിൽ പരിക്ക് പറ്റി. അതിൽ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. ഈ കോനാന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് കോനാനും, അതായത് അർണോൾഡും, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബോഡി ബിൽഡേഴ്സും, അദ്ദേഹത്തെക്കാൾ വലിപ്പമുള്ള ബോഡി ബിൽഡർ, ഇവർക്കൊന്നും ഡ്യൂപ്പില്ല. കാരണം ഇത്തരം ഒരു ശരീരമുള്ള ഡ്യൂപ്പുകളൊന്നും ആ കാലത്തില്ല. അവിടെ നിന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നല്ല രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു. തിരിച്ച് ഷൂട്ടിംഗ് സൈറ്റിലെത്തിയപ്പോൾ ജോൺ മിലിയസ് സംവിധായകൻ അതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ കറക്റ്റ് ഒറിജിനാലിറ്റിയിൽ വന്നിട്ടുണ്ട്. ബ്ലഡൊക്കെ കണ്ട ഒറിജിനലാണെന്നേ തോന്നൂ